അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 47. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ നാം തുടങ്ങിവെച്ച സൂറത്തുൽ ഹുമസയുടെ തുടർന്നുള്ള വിശദീകരണമാണ് ഇന്ന് നാം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് 3 ദിവസം കൊണ്ട് 2 ദിവസവും കൂടെ കഴിയുമ്പോഴേക്ക് നമുക്കിത് പൂർത്തീകരിക്കാം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ജനങ്ങളെ അധിക്ഷേപിക്കുന്ന, ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന, ശല്യം ചെയ്യുന്ന, ഇകഴ്ത്തുന്ന, അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്ന, അതുവഴി അവരെ നിസ്സാരമാക്കുന്ന എല്ലാ ആളുകൾക്കുമാണ് വൈലുൻ, നാശമായ നാശമെല്ലാം. ആദ്യം പറയുന്നത് വൈലുൻ, നാശമായ നാശമെല്ലാം, സർവനാശവും, എല്ലാ തരത്തിലുള്ള ദുഃഖവും ഖേദവും എന്നാണ്. അള്ളാഹു വൈല് എന്ന് പറയുമ്പോൾ അള്ളാഹു ആണല്ലോ ഇത് പറയുന്നത്. പരമശക്തനായ അള്ളാഹു വൈൽ എന്ന് പറയുമ്പോൾ അതിനെ ചെറുതായി കാണാൻ വയ്യ. എത്ര ഗൗരവത്തോടുകൂടെ ഈ നാശത്തെയും ദുഃഖത്തെയും നമുക്ക് സങ്കല്പിക്കാനാകുമോ എങ്കിൽ നമ്മുടെ ആ മുഴുവൻ സങ്കല്പങ്ങളെയും തോൽപ്പിക്കും വിധമായിരിക്കും നാളെ അതിന്റെ റിയാലിറ്റി, അതിന്റെ യാഥാർത്ഥ്യം എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ വൈലുൻ എന്നതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. വൈലുൻ, നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ അറിയും എല്ലാ ദുഃഖവും സങ്കടവും ഖേദവും നാശവും. ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളുടെ കുറ്റവും കുറവും കണ്ടെത്തുന്ന എല്ലാവിധ ആളുകൾക്കുമാണ് എന്നാ പറഞ്ഞത്. ഇവിടെ ഇനി ഹുമസ ലുമസ രണ്ടെണ്ണമാ പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹുമസ എന്ന് പറഞ്ഞാൽ ഹാമിസ്, ഹമ്മാസ്, ഹുമസ എന്നൊക്കെ പറഞ്ഞാൽ നാവുകൊണ്ട്, വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തലാണ്. ലുമസ എന്ന് പറഞ്ഞാൽ ഫിഅല് കൊണ്ട് പ്രവൃത്തി തലത്തിലുള്ള പരിഹാസങ്ങളും ശല്യങ്ങളുമാണ്. അത് നടത്തുന്ന ആൾക്കാണ് ലുമസ എന്ന് പറയുക, അല്ലെങ്കിൽ ലമ്മാസ്, ലാമിസ് എന്നൊക്കെ പറയുക എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ ഹുമസ എന്ന ആ ശബ്ദം തന്നെ കൊണ്ടുവരാൻ കാരണം, ഫുഅല എന്ന ശബ്ദത്തിൽ ഹുമസ എന്ന് പറഞ്ഞു, ഹാമിസ് എന്നോ ഹമ്മാസ് എന്നോ പറയാതെ. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഫുഅല എന്ന ശബ്ദത്തിൽ പറയുമ്പോൾ ഏതൊരു പ്രവൃത്തിയും അത് നിത്യ തൊഴിലാക്കിയവനാണ് അറബി ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കുക. കൂടുതൽ പരിഹാസം ഒരു നിത്യ തൊഴിലാക്കിയ ആൾക്ക് സുഹറ എന്ന് പറയാറുണ്ട്. ചിരി ഒരു നിത്യ തൊഴിലാക്കിയ ആൾക്ക് അയാൾ ചിരിക്കാറേ ഉള്ളൂ, അങ്ങനത്തെ ഒരു മനുഷ്യന് ളുഹക എന്ന് പറയാറുണ്ട്. എന്നതുപോലെയാണ് ഹുമസ എന്ന് പറഞ്ഞത്. ജനങ്ങളെ കൊച്ചാക്കലും പരിഹസിക്കലും നിത്യ തൊഴിലാക്കിയവൻ എന്ന അർത്ഥം വരും. അപ്പൊ ചെറിയ തോതിൽ നടത്തുന്ന ആളുകളെക്കാൾ ഇതൊരു നിത്യ തൊഴിലാക്കിയവർക്ക് ശക്തമായ ഭീഷണിയുമായി രംഗത്തു വരികയാണ് സത്യത്തിൽ സൂറത്തുൽ ഹുമസ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹുമസ എന്ന് പറഞ്ഞാൽ അല്ലദീ യുഅ്ദി ജുലസാഅഹു ബിസൂഇൽ ലഫ്സ്, മോശപ്പെട്ട വാക്കുകളെ കൊണ്ട് തന്റെ സദസ്സിലിരിക്കുന്നവരെ ശല്യം ചെയ്യുന്നവരാണ് ഹുമസ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ലുമസ എന്ന് പറഞ്ഞാൽ അല്ലദീ യക്സിറു ഐനഹു അലാ ജലീസിഹി വയുശിറു ബിഐനിഹി വറസിഹി വബിഹാജിബൈ, തന്റെ സദസ്സിലിരിക്കുന്നവനെ കണ്ണിട്ടും അതുപോലെ തന്നെ തലകൊണ്ടും പുരികം കൊണ്ടുമൊക്കെ ആംഗ്യ ഭാഷയിൽ പരിഹസിക്കുന്നവനെ കുറിച്ചാണ് ലുമസ എന്ന് പറയുന്നത് എന്നും മഹാനവറുകൾ പറഞ്ഞതായി കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ വാക്കിലൂടെയുള്ള പരിഹാസം നടത്തുന്നവൻ, ഉദാഹരണത്തിന് ഗീബത്ത്, നമീമത്ത്, കളവ്, കള്ളപ്രചരണം പോലെയുള്ള കാര്യങ്ങൾ, പരിഹാസം,
ഇതൊക്കെ നിത്യത്തൊഴിലാക്കി ജനങ്ങളെ കുതിരയാക്കുന്നയാള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഹുമസ എന്ന ലിസ്റ്റിലാണ് പെടുന്നത്. അതേസമയം ആംഗ്യഭാഷയിലും അതുപോലെ തന്നെ പോസ്റ്റ് ഇട്ടിട്ടും ലേഖനം എഴുതിയിട്ടും ഒക്കെ ജനങ്ങളെ കുതിരയാക്കുന്ന, ജനങ്ങളെ പരിഹസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവർ ശ്രദ്ധിക്കണം, അവര് ലുമസയുടെ കൂട്ടത്തിലുമാണ് പെടുക. എത്രയാണ് ഇതൊക്കെ നിത്യത്തൊഴിലാക്കിയവർ. നേരം വെളുത്താൽ ആലിമീങ്ങളെ കുറിച്ചും സയ്യിദന്മാരെ കുറിച്ചും ഒക്കെ ഇത് എഴുതിയുണ്ടാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ വളരെ ഗൗരവത്തോടെ കാണണം. എങ്കിൽ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഇത് നേരെ തിരിച്ചാണെന്ന് പറഞ്ഞു. ഹുമസ എന്ന് പറഞ്ഞാൽ കൈകൊണ്ടുള്ളതും ലുമസ എന്ന് പറഞ്ഞാൽ നാവുകൊണ്ടുള്ളതും ആണ്. അങ്ങനെയും ആവാം. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം രണ്ട് തലത്തിലുള്ളവരും കുടുങ്ങുമെന്നാണ്. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുമസ എന്ന് പറഞ്ഞാൽ അല്ലദീ യഗ്താബു ബിൽ ഗൈബ, മറ്റൊരാളുടെ ആബ്സെൻസിൽ, അഭാവത്തിൽ അയാളെ ഗീബത്ത് പറയുന്നവനാണ് ഹുമസ, സാധാരണ നടത്താറുള്ളത് പോലെ. എന്നാൽ ലുമസ എന്ന് പറഞ്ഞാൽ അല്ലദീ യഗ്താബു ഫിൽ വജ്ഹ്, വളരെ അപൂർവമായി നടക്കുന്ന ഒരു സംഗതിയാണ്. മുഖത്ത് നോക്കി അവൻ ഇഷ്ടമില്ലാത്തത് പറയുക, ഗീബത്ത് പറയുക, പരദൂഷണം പറയുക. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനിനി നിന്നെ കേൾക്കാതെ പറഞ്ഞ് ഗീബത്താവണ്ട, നിന്റെ മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറയാണ്, അതുകൊണ്ട് ഗീബത്താകാതിരിക്കില്ല. ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനമായ ഇആനത്ത് പോലെയുള്ള കിതാബുകളിൽ അടക്കം നമുക്ക് കാണാൻ കഴിയും, ഒരാളുടെ ഗൈബത്തിൽ പറഞ്ഞാലും ഒരാളുടെ ഹളറത്തിൽ പറഞ്ഞാലും പ്രസൻസിൽ, സാന്നിധ്യത്തിൽ പറഞ്ഞാലും ഗീബത്ത് തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അയാൾ നല്ല കുട്ടിയാണെന്നല്ല. ഞാൻ കേൾക്കാതെ പറഞ്ഞ് ഗീബത്ത് പറയുന്നവനാകുന്നില്ല, കേൾക്കത്തന്നെ പറയാണെന്ന് പറഞ്ഞാൽ അയാള് അവിടെ മുഖ്താബ് മാത്രമല്ല ആകുന്നത് എന്ന് പറഞ്ഞാൽ, എനിക്ക് നിന്നെ കേൾക്ക പറയാൻ ഉള്ള ധൈര്യം തന്നെ ഉണ്ട്, നീ എന്നെ ഒന്നും ചെയ്യില്ല, ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞ് പോക്കിരിത്തരവും കൂടെയാണ് അയാൾ ആ പ്രകടിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഹുമസ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുടെ ഭാഷയില് ജനങ്ങളെ അധിക്ഷേപിക്കുന്നവനും, ലുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കുറ്റവും കുറവും കണ്ടെത്തുന്നവരുമാണ്. റബീഉ ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ ഹുമസ മുന്നിൽ നിന്ന് പരിഹസിക്കലും ലുമസ പിന്നിൽ നിന്ന് പരിഹസിക്കലുമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൊണ്ടാണ് ഇതിനെ വ്യാഖ്യാനിച്ചത് മറ്റൊരിടത്ത്. അഥവാ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു അത് കൊടുത്തത് കാണാം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് മറ്റൊരു സമയത്ത് വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് അങ്ങനെ തന്നെ അങ്ങ് ഹുമുൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ അൽ ബാഊന ലിൽ ബുറാഇൽ ഐബ്. ഇത് സംബന്ധമായി പറഞ്ഞതല്ല, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹദീസ്, മോശപ്പെട്ട ജനങ്ങളെ വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞ ആ ഹദീസാണ് ഇതിന്റെ അർത്ഥം എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. ഹുമുൽ മശാഊന ബിൻ നമീമ, അവർ നമീമത്തുമായി പരക്കം പായുന്നവരാണ്. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, എന്നിട്ട് നാട്ടിൽ വളരെ സ്നേഹത്തോടെ കഴിയുന്നവർക്കിടയിൽ ഫസാദുണ്ടാക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കി അവർക്കിടയിൽ തമ്മിലടിപ്പിക്കുന്നവരാണ്. ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് വിചാരിക്കാറുണ്ട്, നമീമത്തുമായി പരക്കം പാഞ്ഞ് നാട്ടിൽ സ്നേഹത്തോടെ കഴിയുന്നവരെ തമ്മിൽ തല്ലിക്കുക എന്ന് പറഞ്ഞത് പലപ്പോഴും ഈ പറഞ്ഞ വാക്ക് തെറിപ്രസംഗകർക്ക് വളരെ ഫിറ്റായിരിക്കും. എന്താ കാരണം? നമീമത്തുമായി പരക്കം പായുകയാണ്. ഇന്ന് മലപ്പുറത്താണെങ്കിൽ നാളെ കോഴിക്കോട്, നാളെ കോഴിക്കോടാണെങ്കിൽ മറ്റന്നാൾ എറണാകുളത്ത്, ഏത് സയ്യിദിനെയും ഏത് ആലിമിനെയും ആരെയും പറയും. ഞാൻ പറയുന്നു, മതവേദികളോട് സാധാരണക്കാർക്കൊരു പുച്ഛ മനോഭാവം തോന്നിയെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇത്തരം ലക്കും ലഗാനുമില്ലാത്ത നാക്കിന്റെ ഉടമകളായ പ്രബോധകരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഗീബത്തും നമീമത്തും പറഞ്ഞിട്ട് സ്വർഗം വാങ്ങാൻ പറ്റില്ല. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം, പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഇബ്ലീസാണ്. ആ ഇബ്ലീസിനെ പോലും തെറി പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഹത്താ ലൗലം തൽഅൻ ഇബ്ലീസ്, ഇബ്ലീസിനെ പോലും നീ ലഅനത്ത് ചെയ്തില്ലെങ്കിൽ, ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാറുണ്ട്, അള്ളാഹു അവനെ ശപിക്കട്ടെ എന്ന് പറയാറുണ്ട്. എങ്കിൽ അതിപ്പോ അവനെ ഒരു കുറ്റം പറച്ചിലാണ്, അവനെ തെറി പറയലാണ്, കുറ്റം പറയലാണ്, കുറ്റപ്പെടുത്തലാണല്ലോ. പക്ഷേ ഇത്രയും വൃത്തികെട്ട ഇവനെ കുറ്റപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അത് നിർബന്ധമോ സുന്നത്തോ അല്ല. അത് നിർബന്ധമോ സുന്നത്തോ അല്ല. കുറ്റപ്പെടുത്തുക എന്നത്, ലഅനത്തുല്ലാഹി അലൈഹി പറയുക എന്നത് ഒരു ഈമാനിക ആവേശം മാത്രമാണ്. പറയണമെങ്കിൽ പറയാം, പറഞ്ഞില്ലെങ്കിൽ
എന്തേടോ ഏറ്റവും ലക്ഷണം കെട്ട ഇബ്ലീസിന്റെ പേര് കേട്ടിട്ട് നീ ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ലാതിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരിക്കലും അവനെ അള്ളാഹു നരകത്തിലേക്ക് എറിയില്ല. ഇമാം ഗസാലി പറഞ്ഞതിനെ ചുരുക്കി പറഞ്ഞാൽ, അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം: ഒരാളെ കുറ്റം പറഞ്ഞിട്ട് സ്വർഗം കൊടുക്കുന്ന പരിപാടി ഇസ്ലാമിന് അന്യമാണ് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഹുമസ ലുമസ എന്ന് പറഞ്ഞതിൽ അൽ മശാഊന ബിൻ നമീമ, നമീമത്തുമായി ഓടി നടക്കുന്നവർ, അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, എന്നിട്ട് കൂട്ടുകാർക്കിടയിൽ പരസ്പരം തമ്മിൽ തെറ്റിച്ച് തമ്മിലടിപ്പിക്കുന്നവർ, അൽ ബാഊന ലിൽ ബുറാഇൽ അയിബ്, നിരപരാധികളായ ആളുകൾക്ക് വല്ല കുറ്റവും കുറവും കിട്ടുമെന്ന് നോക്കി നടക്കുന്നവർ, എന്നിട്ട് അത് പ്രസംഗിക്കുക, എഴുതുക, പോസ്റ്റ് ഇടുക, അത് പറഞ്ഞു നടക്കുക, പീഡിക കൊലായികളിലും മറ്റുമൊക്കെ പീഡിക വരാന്തകളൊക്കെ അതുകൊണ്ട് സജീവമാക്കുക. നല്ലവണ്ണം കരുതിയിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശിറാറു ഇബാദില്ല, അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവർ അൽ മശാഊന ബിൻ നമീമ, അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, അൽ ബാഊന ലിൽ ബുറാഇൽ അയിബ്. ഇതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഈ ആയത്തിറങ്ങിയത് അഖ്നസ് ഇബ്നു ശുറൈഖും വലീദ് ഇബ്നുൽ മുഗീറയും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റം പറയുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, അവരെ കുറിച്ചാണെന്ന് പറയുന്നു. അല്ല, ഉബയ്യ് ഇബ്നു ഖലഫിനെ കുറിച്ചാണെന്നും പറഞ്ഞിട്ടുണ്ട്. ജമീൽ ഇബ്നു ആമിറിൻ സഖഫിയെ കുറിച്ചാണെന്നും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മുത്തുനബിയുടെ ശത്രുക്കളായിരുന്നു. എന്നാൽ അതേക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്മായിലുൽ ഹഖ് പറഞ്ഞു, വൽ അസ്ഹഹു ലിഉമൂമിൻ, ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇതെല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു വൈലുല്ലിൽ ഹുമസത്തിൽ ലുമസ എന്ന് പറയാതെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഏത് ഹുമസത്തിനും ലുമസത്തിനും എല്ലാവർക്കും, ഈ സ്വഭാവം ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ എന്ന് പറഞ്ഞു. ഇമാം ഖുർത്തുബിയും ഇത് രേഖപ്പെടുത്തിയത് കാണാം. സയ്യിദുനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസത്ത് ബിഖാസത്തിൽ ലിഅഹദിൻ ബൽ ലികുല്ലി മാ കാനത് ഹാദിഹി സിഫത, ഈ ഗുണം ആരുടെയൊക്കെ ഗുണങ്ങളാണോ, ഈ ദുർഗുണങ്ങളുള്ളത് ആർക്കൊക്കെയാണോ അവരൊക്കെ ഈ സൂറയുടെ താക്കീദിൽ ഉൾപ്പെടും എന്ന് മഹാനവറുകൾ പറഞ്ഞതായി കാണാം. ഇവിടെ പ്രത്യേകം ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം ഇതിനെ സ്പെഷ്യലാക്കേണ്ടതില്ല, എല്ലാവർക്കുമാണ്. അതാണ് വഹുവ ഖൗലുൽ അക്സരീൻ, ഭൂരിപക്ഷം മുഫസ്സിറുകളുടെയും അഭിപ്രായം എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാക്കിന് നിയന്ത്രണം നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.